ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലേ മിനറോളജി നോക്കാം. ക്ലേ മിനറോളജി ഈ ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ പഠിക്കുന്നത് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസിനെ കുറിച്ച് ചെറുതായിട്ട് പഠിക്കും. അതിലുണ്ടാകുന്ന ബോൺസ് ഇത് വന്നിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഒരു എക്സാമിനും ഇത് ചോദിക്കാറൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ബോൺസ് ഒക്കെ ചോദിച്ചു അത്രയാണ്. അപ്പോൾ സോയിൽ മിനറോളജി അല്ലെങ്കിൽ ക്ലേ മിനറോളജി എന്ന് പറയാം. ക്ലേ മിനറോളജി 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ റോക്ക് മിനറൽസ് വന്നിട്ടുണ്ട്, ഒന്ന് വന്നിട്ട് ക്ലേ മിനറൽസ്. അപ്പോൾ ഈ റോക്ക് മിനറൽസിൽ വരുന്നതാണ് ഈ ക്വാർട്സ്, റോക്ക് മിനറൽസിൽ വരുന്ന ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക എന്ന് പറയുന്നത്. ഇത് 3 വന്നിട്ട് റോക്ക് മിനറൽസിൽ വരുന്നതാണ്. ക്ലേ മിനറൽസിൽ വരുന്നതാണ് കൗളിനൈറ്റ്, ഇലൈറ്റ്, മോണ്ട്, മൊറിലോനൈറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് 3 കുറിച്ചായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലേ മിനറോളജിയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഏത് ക്ലേ പാർട്ടിക്കിൾസ് എടുത്താലും അതിൽ വന്നിട്ട് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ വന്നിട്ട് ഏതൊരു ഇതിൽ ഒന്ന് വന്നിട്ട് ഈ നമ്മൾ ഏതൊരു സ്ട്രക്ചർ എടുത്താലും അതിൽ വന്നിട്ട് അതിലൊരു സിലിക്ക ഷീറ്റ് എന്തായാലും ഉണ്ടാകും. പിന്നെ ഒന്ന് വന്നിട്ട് ഈ ഗിപ്സൈറ്റ് അല്ലെങ്കിൽ അലുമിനിയ ഷീറ്റ്. അപ്പോൾ ഒന്ന് വന്നിട്ട് ഈ സിലിക്ക ഷീറ്റ് വന്നിട്ടുണ്ടാവും, ഒന്ന് വന്നിട്ട് ദിസ് ഈസ് ഗിപ്സൈറ്റ് അല്ലെങ്കിൽ അലുമിനിയ ഷീറ്റ്. ഏതൊരു ക്ലേ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എടുത്താലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്തു, നമുക്ക് ഫസ്റ്റ് ഏത് മിനറലിനെ കുറിച്ച് പഠിക്കാമെന്ന് വെച്ചാൽ കൗളനൈറ്റിനെ കുറിച്ച് പഠിക്കാം. കൗളനൈറ്റ്. അപ്പോൾ അതിന് മുമ്പ് വന്നിട്ട് ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് സോയിൽ മാസിൽ ഇൻ ദ സോയിൽ മാസ്. അതിനെയാണ് അതായത് ഓരോ പൊസിഷൻസിൽ ഓരോ ഫോഴ്സൊക്കെ അനുസരിച്ചിട്ടാണ് അത് അതാത് പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കോഴ്സ് ഗ്രെയിൻ സോയിൽ വന്നിട്ട് സോയിൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഗവേൺ ചെയ്യണതെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതായത് ക്ലേ സോയിലാണെങ്കിൽ സോയിൽ സ്ട്രക്ചറിൽ വന്നിട്ട് എന്ത് ഗവേൺ ചെയ്യണതെന്ന് വെച്ചാൽ സർഫസ് ആയിട്ടുള്ള ഫോഴ്സാണ്. നെക്സ്റ്റ് ക്ലേ മിനറൽസ് എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻഡ് സോയിൽസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണത് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും നേച്ചറും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് മിനറൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫൈൻ ഗ്രെയിൻ സോയിലിൻ്റെ ബിഹേവിയർ വന്നിട്ടുള്ളത്. അടുത്തത് ക്ലേൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തനുസരിച്ചിട്ടാണെന്ന് വെച്ചാൽ മിനറൽ അനുസരിച്ചിട്ടാണ്. ഓൾ ക്ലേ മിനറൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യണത് എന്ന് വെച്ചാൽ 2 ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒന്ന് വന്നിട്ട് സിലിക്ക ഞാൻ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് സിലിക്ക ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് ഗിപ്സൈറ്റ് അല്ലെങ്കിൽ അലുമിനിയം എന്ന് പറഞ്ഞല്ലോ. പിന്നെ കൂടുതലും വന്നിട്ട് ബോൺസിനെ കുറിച്ച്, അപ്പോൾ കൗൾനൈറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ബോണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് സിലിക്ക ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത്. സോ സിലിക്ക ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് ഓക്കെ, ഇത് വന്നിട്ട് ഇവിടെയാണ് ഉണ്ടാവുക കേട്ടോ, ഇവിടെയാണ് ഉണ്ടാവുക ഇത്. ഓക്കെ, ഇങ്ങനെ ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് സിലിക്കനാണ്, ഇത് വന്നിട്ട് ദിസ് ഈസ് ഓക്സിജൻ ആണ്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടാകും, ഇതിനെയാണ് നമ്മൾ SI. ഓക്കെ, അപ്പോൾ 4 ഓക്സിജൻ ആറ്റം വന്നിട്ട് ഒരു സിലിക്കേനെ എൻക്ലോസ് ചെയ്യും.
ഈ അറ്റ് ദ സെൻറ്റർ ഓഫ് ദിസ് ടെട്രാഹെഡ്രൽ ജോമെട്രി. സോ ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് ഇത് നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയിൽ 12th പഠിച്ചിട്ടുള്ളതാണ്. ടെട്രാഹെഡ്രൽ എങ്ങനെയാണ്, ഒക്ടാഹെഡ്രൽ എങ്ങനെയാണ്, അതിൻ്റെ ആറ്റം ലൊക്കേഷന്, പിന്നെ ലാറ്റിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് അതൊന്നും വേണമെന്നില്ല, ഇത് ബേസിക്കിന് പറയണം. അപ്പോൾ ഈ ഓക്സിജൻ വന്നിട്ട് എവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടെട്രാഹെഡ്രലിൻ്റെ താഴെ ഓക്സിജൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓക്സിജൻ ആറ്റം, അപ്പോൾ നെറ്റ് ചാർജൊക്കെ നോക്കാം. ഓക്സിജൻ താഴെ എത്ര ഓക്സിജനാണ് ഉള്ളത്? 3. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ താഴെ വന്നിട്ട് നെറ്റ് ചാർജ് ഓക്സിജൻ്റെ -3, ദാറ്റ് ഇസ് -1 -1 -1. അടുത്ത ടോപ്പിലുള്ള ഓക്സിജൻ വന്നിട്ട് -2 ആണ് ഉണ്ടാകുക. സിലിക്കയ്ക്ക് വന്നിട്ട് 4. അപ്പോൾ ടോട്ടൽ മെറ്റാ ചാർജ് എന്ന് പറയുന്നത് -3 -2 +4. അപ്പോൾ ടോട്ടൽ മെറ്റാ ചാർജ് -1 ആണ്. സോ സിലിക്ക ടെട്രാഹെഡ്രലിൻ്റെ ടോട്ടൽ ചാർജ്, നെറ്റ് ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്രാവശ്യം UPSCയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് നടുവിൽ ഒരു അലുമിനിയം ഉണ്ടാകും, ബാക്കി ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ OH ആറ്റം വന്നിട്ട് അതിലുണ്ടാകും, പിന്നെ OH ആറ്റം വന്നിട്ട് ഇവിടെ ഉണ്ടാകും. ഓക്കെ, 6 ഉണ്ടാകും. അപ്പോൾ ഓരോന്നിലും 1/3 ചാർജ്. ആക്ച്വലി ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ ചാർജ് മാത്രം എത്താന്ന് പറഞ്ഞു. നെറ്റ് ചാർജ് മാത്രം നോക്കാം. ഒക്ടാഹെഡ്രൽ ഡയഗ്രാം ഒന്നും വരയ്ക്കുന്നില്ല, നെറ്റ് ചാർജ് മാത്രം പറയാം. നെറ്റ് ചാർജ് വന്നിട്ട് ഇതിൻ്റെ +1 ആണ്, അത് മാത്രം ഓർത്തിട്ടാൽ മതി. അപ്പം എല്ലാ ഇതിൽ വന്നിട്ട് അതായത് എല്ലാം പ്രസൻറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ ഗിബ്സൈറ്റ് യൂണിറ്റ് എന്ന് പറയും. മാഗ്നീഷ്യം പ്രസൻറ്റ് ചെയ്ത ബ്രൂസൈറ്റ് യൂണിറ്റ് എന്ന് പറയും. അയൺ ആണെങ്കിൽ ഫെറൈറ്റ് യൂണിറ്റ് എന്ന് പറയും. നെക്സ്റ്റ് വേരിയസ് ക്ലേ മിനറൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കൗളനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇതിലുണ്ടാകുന്നത്. സിലിക്ക ടെട്രാഹെഡ്രൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഒക്ടാഹെഡ്രൽ യൂണിറ്റാണ്. അതിൻ്റെ ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത് 7 ആങ്സ്ട്രോം ആണ് അതിൻ്റെ ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒക്ടാഹെഡ്രൽ യൂണിറ്റും ഇവിടുത്തെ ഒരു ടെട്രാഹെഡ്രൽ യൂണിറ്റും ഉണ്ടാകും. ഇതാണ് ടോട്ടൽ ലെങ്ത് 7 ആങ്സ്ട്രോം എന്ന് പറയുന്നത്. അടുത്തതും ഈ കൗൾനൈറ്റ് എന്ന് പറയുന്നത് അതിൽ ഷ്വെല്ലിംഗ് ഉണ്ടാകും, ഷ്രിങ്കേജ്, പ്ലാസ്റ്റിസിറ്റി, ഇതൊക്കെ ഇതൊക്കെ വന്നിട്ട് കുറവായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഹൈഡ്രജൻ ബോണ്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ പ്രസൻറ്റ് ചെയ്ത ബോണ്ട് എന്താണെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. അതിൻ്റെ നടുവിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ബോണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടാണ് അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 7 ആങ്സ്ട്രോം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 7 ആങ്സ്ട്രോമിൽ 1 ആംസ്ട്രോങ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ 10⁻⁻10 മീറ്റർ, ഓർ വി ക്യാൻ സേ 10⁻⁻7 mm എന്നും പറയാം. ഇതാണ് 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ എടുത്തതെന്ന് വെച്ചാൽ സ്ട്രക്ചർ വന്നിട്ട് എങ്ങനത്തെ സ്ട്രക്ചർ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ബുക്കിൻ്റെ ലീഫ് ഉണ്ടാകില്ലേ, അതുപോലെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഉണ്ടാക്കുക. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതിന് നമ്മൾ 1:1 മിനറൽ എന്നാണ് മോസ്റ്റ് കോമൺ ആയിട്ട് അറിയപ്പെടുക. സോ 1:1 മിനറൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്തിനാന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ട് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് വന്നിട്ട് അതിലുണ്ടാകും. അത് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് റിലേറ്റീവായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട്. അത് എത്ര ഒന്നുമില്ല. കൗൾനൈറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 1:1 മിനറൽ, അതിന് വന്നിട്ട് 7 ആങ്സ്ട്രോം ആണ് അതിൻ്റെ ലെങ്ത്. ഹൈഡ്രജൻ ബോണ്ടാണ്. ഒക്ടാഹെഡ്രലും ഒരു സിലിക്കൺ യൂണിറ്റും കൂടിയിട്ട് സിലിക്കൺ ടെട്രാഹെഡ്രൽ യൂണിറ്റും കൂടി കമ്പൈൻ ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ, നോട്ട് ഇമ്പോർട്ടൻ്റ് ഇത്രയൊന്നും. നെക്സ്റ്റ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന മിനറൽ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലൈറ്റ് ആണ്. സോ ഇലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചതിൽ
പൊട്ടാഷ്യം ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ ഇലൈറ്റ് എന്ന പഠനത്തിൽ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് മോണ്ടുമോർലാൻഡേറ്റ് പോലെ തന്നെ സ്ട്രക്ചറാണ്. പക്ഷെ ഓൺലി ഡിഫറൻസ് അതിന് എന്താണെന്ന് വെച്ചാൽ ഈ SIൻ്റെ പകരം അതിൽ SI ടെട്രാഹെഡ്രൽ യൂണിറ്റിന് പകരം അതിന് പകരം അലുമിനിയം വന്നിട്ട് റീപ്ലേസ് ചെയ്തു. SI ഉള്ള സ്ഥലത്ത് അലുമിനിയം ഉണ്ടാക്കുന്നു. പിന്നെ അത് നെഗറ്റീവ് ചാർജ് നെറ്റ് വന്നിട്ട് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദിസ് ഈസ് ഇലൈറ്റ് വന്നിട്ട് നെറ്റ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പിന്നെ അതും ഇതേപോലെ തന്നെ മോണ്ടുമോർലോണൈറ്റ് സ്ട്രക്ചർ പോലെ തന്നെ. അടുത്തത് മോണ്ടുമോർലോണൈറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കാം. ഇപ്പോൾ മോണ്ടുമോർലോണൈറ്റ് അടുത്തതായത് പഠിക്കാനേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് അതേ തന്നെയാണ് ഇലൈറ്റിനുള്ളത്. അപ്പോൾ സെവറൽ യൂണിറ്റ്സ് ഓഫ് ദിസ് ഇലൈറ്റ് എന്നിട്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ അയോണിക് ബോണ്ട് കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ജോയിൻ ബൈ ദിസ് അയോണിക് ആയിട്ടുള്ള ബോണ്ട് കൊണ്ടാണ് അത് വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നുമില്ല. മോണ്ടുമോർലോണൈറ്റ് എന്ന് പറഞ്ഞത് അത് പിന്നെ അതിന് മീഡിയം ആയിട്ടുള്ള സ്വെല്ലിങ്, ഇത് വന്നിട്ട് കുറച്ച് ജസ്റ്റ് മീഡിയം ആയിട്ടുള്ള സ്വെല്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഷ്രിങ്കേജ് ആണ്, മീഡിയം ആയിട്ടുള്ള പ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് വയ്ക്കുക. അതിൻ്റെ നടുവിൽ പൊട്ടാഷ്യം ബോണ്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഓക്കെ, ഇതേ സ്ട്രക്ചറിന് താഴെയും വരും. ഇവിടെ വന്നിട്ട് പൊട്ടാഷ്യം ബോണ്ട് വന്നിട്ടുണ്ടാകും. പിന്നെ ടോട്ടൽ ലെങ്ത് 10 ആംഗ്സ്ട്രോം ആണ്. ഇതേ സ്ട്രക്ചറിന് താഴെയും വന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഇതേ ഇതുണ്ടാവും. ഇത് 10 ആംഗ്സ്ട്രോം ആണ്. അതേ സ്ട്രക്ചർ തന്നെ. അത് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് മോണ്ടുമോർലോണൈറ്റ് എന്താ നോക്കാം. ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ ബോണ്ടാണ് ഇതിൽ വന്നിട്ടുണ്ടാകുന്നത്. വാട്ടർ ബോണ്ട് എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും വീക്കസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. മോണ്ടുമോർലോണൈറ്റ് വന്നിട്ട് ഇലൈറ്റിൻ്റെ അതേ സ്ട്രക്ചറാണ്. അതിൻ്റെ നടുവിൽ പൊട്ടാഷ്യം ബോണ്ടാണ്. ഇതിൻ്റെ നടുവിൽ വന്നിട്ട് മോണ്ടുമോർലോണൈറ്റിൻ്റെ നടുവിൽ വന്നിട്ട് ദാറ്റ് ഈസ് വാട്ടർ മോളിക്യൂൾസ്, അതായത് വീക്കായിട്ടുള്ള ബോണ്ടാണ്. ഈ മോണ്ടുമോർലോണൈറ്റിന് നമ്മൾ ഓൾറെഡി ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്മെക്ടൈറ്റ് എന്ന് പറയും. അപ്പോൾ സ്മെക്ടൈറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. അലുമിനിയം പ്രസൻ്റ് ആണെങ്കിൽ ഗിബ്സൈറ്റ് എന്ന് പറയും. സ്മെക്ടൈറ്റ് വന്നിട്ട് എന്തിനാന്ന് വെച്ചാൽ മാഗ്നീഷ്യം, അത് നമ്മൾ വേറൊരു കാര്യം പഠിച്ചത് ബ്രൂസൈറ്റ്, ഫെറൈറ്റ് എന്ന്. മാഗ്നീഷ്യം ആണെങ്കിൽ ബ്രൂസൈറ്റ്, അയൺ ആണെങ്കിൽ ഫെറൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മോണ്ടുമോർലോണൈറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്മെക്ടൈറ്റ്. അപ്പോൾ ഇതും വന്നിട്ട് ഒരു ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഇതാണ്. അത് വന്നിട്ട് രണ്ടിതിൻ്റെ നടുവിൽ ഒക്ടാഹെഡ്രൽ വന്നിട്ടുണ്ടാകും. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 ആംഗ്സ്ട്രോം ആണ്. തിക്നെസ് എന്ന് പറയുന്നത് നേരത്തെ അതുപോലെ തന്നെ നടുവിൽ വന്നിട്ട് വീക്കസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോണ്ട് മാത്രമേ ഉണ്ടാകും. അത് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. പിന്നെന്താ അതിൽ പഠിക്കാനുള്ളത്? ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഈ മോണ്ടുമോർലോണൈറ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ ഒറിജിനൽ സോയിൽ യൂണിറ്റിൽ പഠിച്ചതായിരുന്നു. ബ്ലാക്ക് ഔട്ടൻ സോയിലത്തെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽ വന്നിട്ട് മോണ്ടുമോർലോണൈറ്റ്, വിച്ച് ഗീവ്സ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് വി ഹാവ് ഓൾറെഡി സീൻ. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു ഇത് നോക്കാം.